ഇത് വളരെ ക്രൂരവും അതീവ ഭയാനകവുമായ ഒരു അവസ്ഥയും കുറ്റകൃത്യവുമാണ് ആ SHO ചെയ്തത്. കാരണം മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാര്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വാഹന അപകടം ഉണ്ടായി, സാധാരണ ഉണ്ടാകുന്നതാണ്. പക്ഷെ ആ വിക്ടിമിനെ റോഡിൽ ഉപേക്ഷിച്ചു പോയ കുറ്റം ഒരു മരണത്തിലേക്കാണ് പോയത്. ആ കുടുംബത്തെ അനാഥമാക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് SHOയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമാണ്. അപ്പൊ അപകടത്തിൽ പെട്ട ആളെ ഏവരും ചെയ്യുന്നത് പോലെ വാഹനം നിർത്തി അയാളെ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ SHOയ്ക്ക് ഉണ്ടായിരുന്നു. അത് പോലീസ് ആക്ടിലും അതേപോലെ തന്നെ നമ്മുടെ ക്രിമിനൽ ലോയിലും ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ അത്ര അതീവ ക്രൂരനായ ഒരു ഓഫീസർ പോലെ പെരുമാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടാതെ നിയമവശങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം തെളിവ് നശിപ്പിക്കാനായിട്ട് ആ വാഹനം കൊണ്ടുപോയി അതിന്റെ ഡെന്റൊക്കെ എടുത്ത് ഷേപ്പൊക്കെ പെർഫെക്റ്റ് ആക്കി തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് മോളിൽ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോ CCTV ക്യാമറ ആയിരുന്നു ആ മോളിലിരുന്ന ആള്. അത് തെളിഞ്ഞല്ലോ. ഒരിക്കലും പോലീസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. പ്രത്യേകിച്ചും പോലീസിനെതിരെ വ്യാപകമായ എന്റെ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രത്തോളം പോലീസിനെതിരെ വ്യാപകമായ പരാതികൾ ഉണ്ടായി. പോലീസിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയില് ഈ SHO കൂടി ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്ത് പോലീസിന് പേരുദോഷം ഉണ്ടാക്കാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. പോലീസിന് മാത്രമല്ലല്ലോ, ഇതൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയും അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. പോലീസ് ട്രെയിനിങ് കോളേജിലും മറ്റുമൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോ അവരുടെ ഉത്തരവാദിത്വം, കാര്യം എല്ലാവർക്കും പോലീസ് ജോലി കിട്ടില്ല. പോലീസ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ ഒരു ജോലിയാണ്. അവർക്ക് അനേകം പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവൻ രക്ഷിക്കാനും, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നാം എല്ലാം കണ്ടമാനം സ്വർണ്ണം ഇട്ട് രാത്രിയും പോലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ആ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നും അവിടെ പോലീസുകാരുണ്ടെന്നും നമ്മുടെ പെൺകുട്ടികൾ സുന്ദരികളാണ്, അവർ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ആരും വന്ന് കതവുമ്മേ മുട്ടില്ല എന്നും നാം വിശ്വസിച്ച് രാത്രി ഉറങ്ങുന്നത് എന്തുകൊണ്ടാ? കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പോലീസാണ്. അതേപോലെ തന്നെയാണ് നമ്മളൊരു ആവശ്യം, ഒരു പ്രശ്നം ഉണ്ടായാൽ വിളിച്ചാൽ ഉടനെ എത്തുന്ന പോലീസും ഫയർ ഫോഴ്സുമാണ്. അപ്പൊ അതിലെ ഒരു ഓഫീസർ SHO ആണ് അദ്ദേഹം. സാധാരണ ഓഫീസർ അല്ലല്ലോ, IP SHO ആണ് അദ്ദേഹം. ഇമാതിരി ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെതിരെ കേസുകൾ വരും. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ജോലിക്ക് തന്നെ അത് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, ഒരു പാവപ്പെട്ട ഒരു ജീവൻ റോഡിൽ പൊലിയാൻ അത് സഹായിച്ചു. അദ്ദേഹം വാഹനം നിർത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എങ്കിലും അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. ഇത് കണ്ണിച്ചോരയില്ലാത്ത പരിപാടിയായി പോയി. അദ്ദേഹത്തിനെ മാതിരി പോലീസ് ഓഫീസർമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിർത്തുക. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തും ജോലിയിലും ഇരിക്കുന്നവരാണ്. ഒരിക്കലും ഈ പറഞ്ഞ രീതിയിലുള്ള നരഹത്യ ചെയ്യാൻ പാടില്ല. കൂടാതെ നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഈ സംസ്ഥാന സർക്കാരിന് പേരുദോഷം ഉണ്ടാക്കാനും ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കാനും ഇത്തരം പ്രവൃത്തികൾ സഹായിക്കുകയുള്ളൂ. അതെ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ അപകടമൊക്കെ നമുക്കറിയാം, അത് ആർക്കാണെങ്കിലും സംഭവിക്കും. പക്ഷെ അത് ആ ഒരു സമയത്ത് പക്വതയോടെ പെരുമാറുക എന്നുള്ളൊരു കാര്യമാണ്. ചിലപ്പം ഭയന്നിട്ടായിരിക്കാം അയാൾ വാഹനം കൊണ്ടുപോയത്. പക്ഷേ അവിടെയും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമോ ആ വിധത്തിലൊക്കെ തന്നെ അയാൾ ആദ്യം കൊടുത്തിരുന്ന മൊഴിയാണ്. അതായത് ഈ വാഹനം ഇടിച്ചപ്പോൾ ആള് ഇറങ്ങി നടക്കുന്നത് കണ്ടു, അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി മുതലായ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇവർ എന്ത് ഒരു നല്ല കാര്യം അല്ലെങ്കിൽ എന്തൊരു മോറലാണ് നൽകുന്നത്? അതെ, അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് വളരെ തെറ്റായ മെസ്സേജാണ്. കാര്യം ഇപ്പൊ നാളെ അദ്ദേഹത്തിന് റോഡ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പിടിച്ചു നിർത്താനോ പറ്റില്ല. കാരണം അതൊരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി വന്നു കഴിഞ്ഞാൽ ആ കുറ്റവാളി SHO ചോദ്യം ചെയ്യും. നിങ്ങളന്ന് വണ്ടി ഇടിച്ചിട്ട് നിർത്തിയില്ലല്ലോ, പിന്നെ ഞാൻ നിർത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? കാര്യം നമ്മുടെ നാട്ടിലെ പോലീസിനെതിരെയുള്ള രോഷം വ്യാപിക്കുകയാണ്. അതൊരു എന്താ പറയുന്ന ഒരു ഭയാനകമായ രീതിയിലേക്ക്
ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കൊലാപ്സ് ആകുന്ന രീതിയിലേക്ക് മാറുന്നത് പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കണം, പോലീസ് മനസ്സിലാക്കണം. എനിക്ക് പല ഓഫീസർമാരെ അറിയാം. ഇങ്ങനെ ചെയ്ത ഒരു ഓഫീസറെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരാണ് മുഴുവനും. കേരളത്തിലെ 99% ഓഫീസർമാരും നല്ലവരാണ്. അവരുടെ ജോലിയെ പറ്റി അവർക്ക് ബോധ്യമുണ്ട്. ഇതൊരു വലിയ കൃത്യവിലോപമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഇത് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഒക്കെ ശ്രമിച്ചത് തന്നെ വലിയ കുറ്റമാണ്. കാര്യം അദ്ദേഹത്തിന് ആ ഒരു ജീവൻ ഇനിയിപ്പോ കൊടുക്കാൻ പറ്റുമോ? ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ? ആ പാവപ്പെട്ടവന്റെ കുടുംബത്തെ ആര് നോക്കും? പ്രത്യേകിച്ചും ഈ പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് ഒരുപാട് കൊല്ലം എസ് പി റാങ്ക് വരെ പ്രൊമോഷൻ കിട്ടി ഉയരാനുള്ള സാധ്യതയുള്ള ഒരു ഓഫീസർ ഇപ്പോ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത് സസ്പെൻഷനിൽ പോവുകയോ ജോലി നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റും കൂടിയാണ് അത്. ദയവ് ചെയ്ത് പോലീസ് ഓഫീസർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുക. നിങ്ങളുടെ ജോലി എന്താണെന്നും ഉത്തരവാദിത്വം എന്താണെന്നും നാം മാതൃകയായി കാണിക്കേണ്ട. ഇപ്പൊ നിങ്ങളുടെ SHO എന്ന് പറയുമ്പോൾ താഴെ ഒരു 10-28 പോലീസ് പോലീസുകാർ നിങ്ങളുടെ താഴെയുണ്ട്. അവർക്കെല്ലാം നിങ്ങളൊരു മോഡലാകണം, മറ്റ് ജനങ്ങൾക്കൊരു മോഡലാകണം ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ അത് അദ്ദേഹത്തിന് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് കാര്യം പോലീസ് ഓഫീസർമാർ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഇപ്പോൾ 27th ബാച്ച് SIമാരെന്ന് പറയുന്നത് ഏകദേശം 263 SIമാർക്ക് ട്രെയിനിങ് കൊടുത്താ. അവരൊക്കെ ഇന്നിപ്പോ പല രീതിയിലും നല്ല നല്ല പ്രശംസയും പിന്നെ ബഹുമാനപ്പെട്ട DGPയുടെ ബാഡ്ജ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ്, ദേശീയ തലത്തിൽ തന്നെ പുരസ്കാരങ്ങൾ വാങ്ങിയ കുറ്റാന്വേഷണ കാര്യത്തിൽ ഇത്രയും മികവുള്ള പോലീസ് ഓഫീസർമാരാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇത്തരം ഒരാള് അത് വലിയ മോശമായി പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഒരു വെറുക്കപ്പെട്ടവനായിട്ട് മാറാൻ പാടില്ല. ഇനിയുള്ളവരെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നിങ്ങൾ ഉടൻ തന്നെ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ചുമതല നിങ്ങൾ ചെയ്യണം. ഇപ്പൊ ഒരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷയോ ആംബുലൻസോ എന്ത് വിളിച്ചും ആ ഗോൾഡൻ അവർ ആദ്യത്തെ 60 മിനിറ്റിനകത്ത് ആ പാവം ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവനോട് ഇപ്പൊ ഇരിക്കാമായിരുന്നു. ഈ കേസും സസ്പെൻഷനും പ്രശ്നങ്ങളും ഒന്നും വരില്ലായിരുന്നു. ദയവ് ചെയ്ത് എനിക്ക് ഹംബിൾ റിക്വസ്റ്റ് ദ പോലീസ് ഓഫീസേഴ്സ്, ഐ ആം റെസ്പെക്ടിങ് ഓൾ ദ പോലീസ് ഓഫീസേഴ്സ്, ബട്ട് യു ഹാവ് ടു ഡു ദ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതിനകത്തൊരു വീഴ്ച വരാൻ പാടില്ല. നിങ്ങൾ കള്ളത്തരം കൊണ്ട് മറവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് ഒരു മുൻ DGP പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മെജോറിറ്റി ഓഫ് ദം ആർ മാനിപ്പുലേറ്റേഷൻ ആണ്. അപ്പൊ ഈ മാനിപ്പുലേറ്റിംഗ് ഓഫീസേഴ്സ് ഒരാളായിട്ട് ഇയാൾ മാറി. പക്ഷെ ഇനി നടക്കില്ല. ക്യാമറകളുണ്ട്, പൊതുജനങ്ങളുണ്ട്. അവർ പോലീസിന് എതിരെ തിരിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സംസ്ഥാനത്തിലെ ക്രമസമാധാന പാലനം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് നീങ്ങും. അത് വരരുത്. കേരള പോലീസ് ഇന്നും നമ്പർ 1 ആണ്. കേരളം ഇന്നും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ദയവ് ചെയ്ത് സഹകരിക്കുക, സഹായിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക. അത് നിങ്ങളുടെ പ്രാഥമികമായ ഡ്യൂട്ടിയാണ്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും ജനങ്ങളുടെ സ്വത്തും അതേപോലെ തന്നെ ജനങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ശ്രീ ഉപേന്ദ്രൻ നാരായണ, അതുപോലെ തന്നെ ഈ സാധാരണക്കാരൊക്കെ തന്നെയും ഈ അപകടത്തിൽ പെടുന്നതൊക്കെ തന്നെ സ്വാഭാവികമാണ്. നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വാഹനങ്ങളാണ്, അതേപോലെ കാൽനട യാത്രക്കാർ, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വാഹനം ഒരാളെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കുറച്ച് മര്യാദകൾ അതെന്തെല്ലാമാണ്? അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ? ഏറ്റവും ആദ്യം ആക്സിഡന്റ് ആരുടെ ഭാഗത്തുള്ള തെറ്റായ തന്നെയും ഏറ്റവും ആദ്യം പരമപ്രധാനമായിട്ടുള്ളത് ആ വിക്ടിമിനെ ഉടനടി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് സർവീസ്, ഇപ്പൊ നമുക്ക് നാട്ടിൽ ICU ഉള്ള ആംബുലൻസ് ഫിറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതിന്റെ ഇപ്പൊ 108 ആംബുലൻസ് ഫോർ എക്സാമ്പിൾ, അത്തരം ഒരു ആംബുലൻസ് പിടിച്ച ഈ രോഗിയെ ഏറ്റവും നല്ല ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പോലീസ് അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഇങ്ങനൊരു ആക്സിഡന്റ് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന തീയതി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ഫയർ ബ്രിഗേഡിനെ വിളിച്ചറിയിക്കണം. കാര്യം റോഡിലെ ഡെബ്രീസും മറ്റ് കുപ്പിച്ചില്ലുകളും അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡും ഒക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സർവീസാണ് ഫയർ ബ്രിഗേഡ്. വെട്ടിപ്പൊളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയോ ആക്സിഡന്റ് ഉണ്ടാകുന്നു. ചിലപ്പോൾ വിക്ടിമിനെ ശരീരഭാഗം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഫയർ അവർ ചെയ്യുന്ന സർവീസ് ഏറ്റവും
ഏറ്റവും വലിയ സർവീസാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ചെയ്യുന്നത്. അവർ പലരെയും ഈ വാഹനത്തിന്റെ ബോഡി വെട്ടിപ്പൊളിച്ച് ആ ജീവനോടെ തിരിച്ച് വെളിയിൽ കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. പിന്നെ അപകടരഹിതമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാൽനടക്കാരും വളരെ ശ്രദ്ധിക്കണം. ഇതിപ്പോ SHOയുടെ മിസ്റ്റേക്ക് ആകണമെന്നില്ല, കാൽനടക്കാരന്റെ മിസ്റ്റേക്ക് ആകാം. പക്ഷെ എന്ത് തന്നെയായാൽ തന്നെയും ഒരു ഡ്രൈവർ സാധാരണ ഒരു ഡ്രൈവർ ആകരുത്. ഹി ഷുഡ് ബി എ റെസ്പോൺസിബിൾ ഡ്രൈവർ. ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു അപകടം ഉണ്ടായാൽ ഉടൻ തന്നെ ആ വിക്ടിമിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യുക, പോലീസിനെ അറിയിക്കുക, ഫയർ ബ്രിഗേഡിനെ അറിയിക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.